ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിവിടെ തിരക്കേടില്ലാണ്ട് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഫുൾ ലോങ് ഹോളിഡേ ആണ് വരാൻ പോണത്. ഇത് പ്രമാണിച്ചിട്ട് നമുക്ക് ഇനി മൺഡേ മാത്രം വർക്കിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഫുള്ള് മുടക്കാണ് കേട്ടോ. ഈ സാറ്റർഡേയും സൺഡേയും മുടക്കാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഈ മെയ് മന്ത് ലാസ്റ്റ് ഫുള്ള് നല്ലൊരു ഹോളിഡേ മൂഡാണ് കേട്ടോ. അങ്ങനെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, പഞ്ചമിക്ക് എങ്ങനെയാണ് ജോബ് കിട്ടിയത് അങ്ങനത്തെ കാര്യം ചോദിച്ചിട്ട് ഒരു കുട്ടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ജോബിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ദുബായിൽ വന്നിട്ട് എങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടിയത് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പഠിച്ചത് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ 2017 പാസ്ഡ് ഔട്ട് ആണ് കേട്ടോ. 2018 എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു. ആ സമയത്ത് ജോബ് നല്ല പോലെ നോക്കി, പക്ഷെ ആ സമയത്ത് ജോബ് കിട്ടിയില്ല. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ നാട്ടിലേക്ക് പോകേണ്ട വന്നു. അതുകൊണ്ട് എനിക്ക് ജോബ് പിന്നെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിയായിട്ട് 2 ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ, ഞാനിവിടെ വിസിറ്റ് വിസയിൽ ആദ്യം വന്ന സമയത്തും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും ചേട്ടന് ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാ ദിവസവും എനിക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യേണ്ടതെന്നല്ല. നമ്മൾ ഫസ്റ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ എന്തെങ്കിലും വരാണെങ്കിലും ഓക്കെ, ചേട്ടൻ ഒരു ദിവസത്തേക്കും ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വരാമല്ല. എല്ലാ ദിവസവും വന്ന് നമുക്ക് ഓരോ കമ്പനിയിൽ കയറി CV ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് കേട്ടോ, ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം വന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഓൺലൈനിൽ കുറേ ഇത് CVക്ക് അയച്ചിട്ട് കൊടുത്തു. പക്ഷെ എനിക്കൊരു റിപ്ലൈ ഇല്ല. ഞാൻ കുറച്ച് കമ്പനികളിലേക്ക് ഇങ്ങനെ നോക്കും, അവർ വിളിക്കും, പക്ഷെ അതിനൊരു റിപ്ലൈ. എല്ലാവരും പറയണത് CV അയച്ചിട്ട് CV നോക്കിയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊന്നും എനിക്ക് അങ്ങനെ വന്നില്ല. പിന്നെ ഒരു ദിവസം ചേച്ചിക്ക് ഒരു ദിവസം മുടക്കമുള്ള ദിവസം ഞാനും ചേച്ചി ഇങ്ങനെ വെറുതെ പോയിട്ട് എവിടേക്കോ പോയി വെറുതെ ഏതെങ്കിലും കമ്പനിയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് CV അങ്ങനെ 1-2 തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും വർക്കൗട്ട് ആയില്ല. പിന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇപ്പം എന്തായാലും പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ നാട്ടിലേക്ക് പോയി. രണ്ടാമത് വന്നപ്പോഴും എവിടെന്നാ തുടങ്ങണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, അങ്ങനെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഉണ്ണിവാവി ഉണ്ട് കയ്യിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവിടെ ചേട്ടനും ചേച്ചിയും അളിയനും അവർക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമൻ്റെ മക്കൾ അവർക്കൊക്കെ ഞാൻ എൻ്റെ CV ഫോർവേഡ്, എനിക്ക് ഇവിടെ അറിയുന്ന എൻ്റെ എല്ലാ റിലേറ്റീവ്സിനും ഞാൻ എൻ്റെ CV ആ സമയത്ത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ CV എല്ലാം കൊടുത്തു. പക്ഷെ അവർക്കൊക്കെയും പറയാം, പിന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത് അവർക്ക് അറിയുന്ന ആൾക്കാർക്ക് കൊടുത്തു. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്നും ആവണില്ല. അങ്ങനെ എൻ്റെ വിസ തീരാറിഞ്ഞ് കുറച്ച് മാസമുള്ളൂ. എനിക്കാണെങ്കിൽ ടെൻഷനും ആയി. ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഗൂഗിളിൽ, ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ലിസ്റ്റ് എടുത്തു ഫസ്റ്റ് ദിവസം ചെയ്ത്. എന്നിട്ട് ഞാൻ നമ്മുടെ ലിങ്ക്ഡിനിൽ ആ കമ്പനികളിലേക്കും സെർച്ച് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ഫോളോ റിക്വസ്റ്റ് അയക്കും. എന്നിട്ട് ആ കമ്പനിയിൽ അതിലത്തെ ഫ്രണ്ട്സിൻ്റെ ഇത് കാണുമല്ലോ, അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കും. അതിൽ മലയാളീസ് ഉണ്ടോ നോക്കും, അങ്ങനെ അറിയണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്കും. അവർക്കൊക്കെ ഞാൻ ഫോളോ റിക്വസ്റ്റ് അയക്കും. എന്നിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഹായ് എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് ചോദിക്കലായിരുന്നു എൻ്റെ ആ സമയത്തെ പരിപാടിയിട്ടാണ്. പിന്നെ എനിക്ക് തോന്നി ഇതത് പോസിബിൾ ആവണില്ല. എനിക്കാണെങ്കിൽ ഉണ്ണീനെ എടുത്തിട്ട് ഇപ്പോൾ ഇവർ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഉണ്ണീനെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാ കമ്പനികൾക്കും എനിക്ക് പോയി അന്വേഷിക്കാനും അതിനും ഒരു ലിമിറ്റേഷൻ എനിക്ക് ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ താമസിച്ചത് ആ സമയത്ത് ഇന്റർനാഷണൽ സിറ്റിയിലാണ്. നമ്മൾ ചേച്ചിയുടെ അളിയൻ്റെ കൂടിയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ സിറ്റിയിലുള്ള കമ്പനികളുടെ ലിസ്റ്റ് എടുക്കലായിരുന്നു എൻ്റെ അടുത്ത പരിപാടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്റർനാഷണൽ സിറ്റിയിലുള്ള അടുത്തുള്ള, നമ്മൾ പേർഷ്യ ക്ലസ്റ്ററിൽ താമസിക്കണം. അപ്പം അതിനടുത്തുള്ളത് നോക്കി എനിക്ക് പോയി വരണം. എനിക്ക് പോയി ആ കമ്പനിയിൽ നോക്കി വരാനുള്ള ആ ഒരു ഇതാണ് ഞാൻ ആ സമയത്ത് വെച്ച് നോക്കിയേട്ടാ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കമ്പനി ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ കാലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അത് വർക്കാണ് അവിടെ ചെയ്യണമെന്ന് കണ്ടു. ഞാൻ അവിടേക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചു. അപ്പോൾ അതിലത്തെ ഇതിൽ നോക്കിയപ്പോൾ അതിൽ കുറേ മലയാളികളാണ് കേട്ടോ ഞാൻ കണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ നോക്കുമ്പോൾ ആ കമ്പനിയിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്തത്, അവർ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക. അവർ ഏത് കമ്പനിയിലാണ്, അല്ല അവർ ഏത് കോളേജിലാണ് പഠിച്ചത്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അത് നോക്കിയപ്പോൾ അതിലെനിക്ക് മനസ്സിലായത് അത് ഫുള്ള് മലയാളികളായിരുന്നു. അപ്പോൾ ഒരു മലയാളി കമ്പനിയാണെന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടു. ചേട്ടൻ വന്നു, ഒരു മിനിറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് എന്നിട്ട് അടുത്തത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്, എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ ജോബ് കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. ഇന്റർനാഷണൽ സിറ്റിയിൽ ആ കഥയാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചാല് ഈ കമ്പനിയിലത്തെ എല്ലാവർക്കും ഞാൻ എന്നിട്ട് സാർ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയും, എനിക്ക് ഇനി ഒരു മാസം കൂടിയുള്ള ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ മെസ്സേജുകളൊക്കെ ഇപ്പോഴും എൻ്റെ ലിങ്ക്ഡിനിൽ നമ്മുടെ ഇതിലുണ്ട്, മെസ്സേഞ്ചറിലുണ്ട്. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയക്കും, സാറ് എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് ഇനി വിസ തീരാൻ ഇത്ര സമയം കൂടി ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലും പറയണം എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ ഹസ്ബൻഡ് വിസയിലേക്ക് മാറാൻ ഒരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വിസയിലേക്ക് ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്കിനി എൻ്റെ ഈ വിസ കഴിയാൻ എത്ര സമയമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടാകും. മാക്സിമം കിട്ടാവുന്ന വഴികളേക്ക് ഞാൻ ജോബ് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഈ കമ്പനി ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ ഒരു കമ്പനി ഉണ്ട്, അവർക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവരൊന്നും റിപ്ലൈ ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കമ്പനി അടുത്താണല്ലോ, ഒരു ദിവസം ചേട്ടനും ഇവിടേക്കും പോയ സമയത്ത് ഞാനും ഉണ്ണീനെയും കൊണ്ട് ഈ കമ്പനിക്ക് പോയി. വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമ്പനി എങ്ങനെയാണ് എന്താന്നൊക്കെ കാണാൻ വെറുതെ നടക്കണ പോലെ അങ്ങനെ പോയി. അപ്പം ഞാൻ കമ്പനി കണ്ടുപിടിച്ചു, ഓക്കെ ഇതാണ് കമ്പനി എനിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ ഞാൻ പിന്നൊരു ദിവസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉണ്ണീനെ അടുത്തുള്ള ഒരു ഡേ കെയറിൽ കൊണ്ടുവന്നാക്കി. ഉണ്ണീനും പിന്നെ ചേച്ചിയുടെ മോള് വൈകുമോളും അവിടെ ഡേ കെയറിലാക്കും. അപ്പം ഞാൻ അവിടുത്തെ ആ ചേച്ചിയോട് പറഞ്ഞു, അതൊരു ഹിന്ദിക്കാരിയാണ് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ജോബ് അന്വേഷിച്ച് ഇങ്ങനെ പോവാണ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മാത്രം ഉണ്ണീന് ഇവിടെ ഒന്ന് നോക്കുമോ, ഞങ്ങൾ ഒന്ന് ഇത് പോവാണ്, ഇവിടെ അടുത്ത് വല്ലതും. അപ്പോൾ ആ ചേച്ചിയും എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിട്ട് പറഞ്ഞു, ആ പൂജ നീ നോക്ക്, ഇവിടെ ഉണ്ടാവും, ഇവിടെ അടുത്ത വശത്തുള്ളടത്തേക്ക് ഉണ്ടാവും. പിന്നെ അവരുടെ ഡേ കെയറിൽ എന്നെ വേറൊരു കുട്ടി, അത് പാകിസ്ഥാനിയാണ്, അവർക്കും ഇതേപോലെ ഇവിടെ അടുത്ത് ഏതോ ടൂറിസ്റ്റ് കമ്പനിയിലേക്കും അങ്ങനെ എന്തോ ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ട്രൈ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ CV എടുത്തിട്ട് ഞാൻ ഈ കമ്പനിക്ക് ഡയറക്റ്റ് പോയിട്ടാ. സത്യം പറയാൻ നാട്ടില് തൃശ്ശൂർക്ക് വരെ പോവാൻ ഒറ്റയ്ക്ക് പേടിയുള്ള ഞാനാണ് ദുബായിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യണത്. അതായത് നമ്മുടെ ആവശ്യമാണ്, നമുക്കത് വേണം, അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ. ആ ഒരു ഇതില് ഞാൻ ഒറ്റയ്ക്ക് CV എടുത്ത് അങ്ങോട്ട് ഇറങ്ങി ഞാൻ ആ കമ്പനിക്ക് കയറി ചെന്നു. ഞാൻ കമ്പനിക്ക് കയറി ചെന്നപ്പോൾ ഞാൻ മാത്രമാണ് ഒരു പെൺകുട്ടി, ബാക്കി ഫുള്ള് ആണുങ്ങളായിരുന്നു. ഞാൻ ചെന്നിട്ട് സാറിന് ചോദിച്ചു, ഞാനൊരു ഇതിന് വന്നതാണ്, എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എൻ്റെ ക്വാളിഫിക്കേഷൻ BTech എഞ്ചിനീയറിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു. CV കൊടുത്തു. അപ്പോൾ അവർ സാധാരണ ഇപ്പോൾ എല്ലാ കമ്പനിയിലും അങ്ങനെയാണല്ലോ, അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ വിളിക്കാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം അവരും അത്ര വിളിക്കുമോ അങ്ങനത്തെ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. എന്നാലും പിന്നെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഞാൻ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ ഇതിൽ CV-യിൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ചേട്ടൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടൻ ഫോൺ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഫോൺ വിളിച്ച് വരുന്നതെന്ന് വെച്ചാൽ ഈ സാറ് ചേട്ടനെ വിളിച്ചു, അതായത് നാളെ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എടുത്തിട്ട് സാർ ഞാൻ റെഡിയാണ്, ഞാൻ നാളെ വരാം, അപ്പോൾ 9 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 9 മണിക്ക് അവർ ഓഫീസിലേക്ക് പോയി. ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേക്കും ചോദിച്ചു. അത് കാലിബ്രേഷൻ എഞ്ചിനീയറിംഗ് കമ്പനി ആയിരുന്നു കേട്ടോ. അത് ചെറിയൊരു കമ്പനിയാണ്, കാലിബ്രേഷൻ, അതായത് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കമ്പനിയാണ് കാലിബ്രേഷൻ എഞ്ചിനീയർ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു കമ്പനിയിൽ കയറാമെന്ന് വെച്ചാൽ ഭാഗ്യമല്ല. പക്ഷെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ, ഈ സാറ് ഞാൻ നോക്കട്ടെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. അപ്പോഴും എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ വന്നു. പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു, എന്നെ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ഡേ മുതൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് വിസ ആണെങ്കിൽ തീരാൻ ഒരാഴ്ചയാണ്ടുള്ള സമയത്താണ് എനിക്ക് ഈ സംഭവം വന്നിട്ടാണ്. ഞാൻ അത്രയും നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്ന് പറയില്ല, അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ഇതാണ് വന്നിട്ട് എനിക്ക് ജോബൊന്നും ഇല്ല, ആവാണ്ട് ഞാൻ പോവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടേ. അങ്ങനെ ഒരാഴ്ചക്കുള്ളിലാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ആ ജോബ് ശരിയായത്. സമയത്ത് എൻ്റെ സാലറി 2500 ആയിരുന്നു. 2019 ആണ് ഞാൻ ഇവിടെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് 2500 ആയിരുന്നു സാലറി. അതായത് നാട്ടിലത്തെ ഒരു 50,000 രൂപയായിരുന്നു ഫസ്റ്റത്തെ എൻ്റെ സാലറി ദുബായിലത്തെ കേട്ടോ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണ് നടക്കാനുള്ള ദൂരമുള്ള റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് നടന്ന് വരാം, എല്ലാത്തിനും സുഖമായി, നടന്ന് വരാൻ പറ്റി, പോകാനും സുഖം. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വേറെ എക്സ്ട്രാ പൈസ പോവില്ല, നല്ല കമ്പനിയും നല്ല ആൾക്കാരും. അങ്ങനെ ഞാൻ അവിടെ 1.5 വർഷം ഞാൻ ആ കമ്പനിയിൽ നിന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ.
അപ്പോൾ 1.5 വർഷത്തോളം ഞാൻ ആ കമ്പനിയിൽ നിന്നു. ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ വീണ്ടും രണ്ടാമതും പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ലാസ്റ്റ് മന്തിക്ക് ആയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടി. അവിടെ ഓപ്ഷൻ വർക്ക് ഫ്രം ഹോം കിട്ടിയെന്ന് വെച്ചാൽ അവർ എല്ലാ ഡോക്യുമെന്റിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ. അത്രയ്ക്ക് നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കി ഫുൾ ആൺകുട്ടികളായിരുന്നു. പക്ഷെ അവർ നല്ല രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തിട്ടോ, നല്ല പോലെ പറഞ്ഞു തരാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ലാസ്റ്റ് മന്ത് ആയപ്പോഴും അവരെന്നോട് വർക്ക് ഫ്രം ഹോം എടുത്തോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആഴ്ചയിൽ അവർ അടുത്തത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടുത്തെ കാലിബ്രേഷൻ ടെസ്റ്റിങ്ങും ഡോക്യുമെൻ്റ് കൺട്രോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഞാനായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലിബ്രേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ പോസ്റ്റായിരുന്നു എനിക്ക് അവിടെ കിട്ടിയിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെയായിരുന്നു, ദുബായിൽ തന്നെയായിരുന്നു, NMC ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ ഡെലിവറിയുടെ പെയിൻ വരുന്ന അന്നത്തെ ദിവസം അടക്കം ഞാൻ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഡോക്യുമെൻ്റ് എല്ലാതും വാങ്ങിച്ച് സാറ് പോയി. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെയായിരുന്നത്. കുഞ്ഞാറ്റേനെ ഉണ്ടായ അന്നത്തെ ദിവസം പോലും കാലത്ത് 9 മണി മുതൽ 5 മണി വരെ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ലേബർ റൂമിലേക്ക് പോകുന്നത്. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ വേറെ നോക്കാം, ഉണ്ണിക്ക് പാല് കൊടുക്കലും കഴിക്കുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ല, അപ്പോൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും ഇതായിട്ട് കിട്ടിയതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഫസ്റ്റ് ജോബ് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ദുബായിലേക്ക് വന്നു. അത് ഒറ്റയ്ക്ക് തന്നെയാട്ടോ ഞാൻ ആ ജോബ് കണ്ടുപിടിച്ചത്. ഞാനത് വളരെ അഭിമാനത്തോടെ തന്നെ പറയും, ഞാനത് ഭയങ്കര ഒറ്റയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച ജോബാണത്. ഇപ്പം ചേട്ടനോ ചേച്ചിയോ നമ്മുടെ കുറേ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ മാമൻ്റെ മക്കൾ, വല്യമ്മൻ്റെ മക്കൾ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ എന്താണ് എൻ്റെ CV കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യാമെന്ന് പറയും. അവർക്കൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ എൻ്റെ കൂടെ എല്ലാ സ്ഥലത്തേക്കും വരാനും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റില്ല. പക്ഷെ എനിക്ക് എൻ്റെ ജോബ് എനിക്ക് വേണം, അതൊരു വാശിയായതുകൊണ്ടും നമ്മുടെ ആവശ്യമായതുകൊണ്ടും ഞാൻ തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി ആ ജോബ് കിട്ടി. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ജോബ് കിട്ടി, നല്ലൊരു സാലറിയിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹത്തിലെത്താൻ ചിലപ്പോൾ നമുക്കൊന്നും നമ്മൾ സീറോയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ആഗ്രഹം ഭയങ്കര തീവ്രമായ ആഗ്രഹമാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് തവണ കിട്ടാനാണ് ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് രണ്ടാമത് ജോബ് നോക്കുമ്പോൾ UAE എക്സ്പീരിയൻസ് 1.5 വർഷം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്